കോഴിക്കോട് വലിയങ്ങാടിയിൽ തകർന്ന കെട്ടിടത്തിന്റെ ഫിറ്റ്നസിനെ ചൊല്ലി മേയർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഭിന്നാഭിപ്രായം. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്നാണ് മേയർ പറഞ്ഞത്. കെട്ടിടം 2024 പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് സെക്രട്ടറി പറയുന്നു. കെട്ടിടം തകർച്ചയിൽ കോർപ്പറേഷന് വീഴ്ചയുണ്ടെന്ന് കാണിച്ചു പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. BJP പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. കെട്ടിടം പൊളിച്ചുമാറ്റാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നുവെന്ന കാര്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് സെക്രട്ടറി വെളിപ്പെടുത്തി. അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളാക്കാനുള്ള പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്നായിരുന്നു അപകട സ്ഥലത്തെത്തിയ മേയർ പറഞ്ഞത്. അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ച് മാറ്റേണ്ടതാണല്ലോ, നിർബന്ധമായിട്ടും. അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം, അതുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിലായിരുന്നു യൂത്ത് ലീഗിലെ പ്രതിഷേധം. അപകടത്തിനു പിന്നാലെ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ മേയർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.